ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡയറീസിനെ മേക്ക് ഓവർ ചെയ്യാം. ഡയറി മാത്രമൊന്നും അല്ല കേട്ടോ, പഴയ ബുക്സൊക്കെ നമുക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു ഡയറി പേഴ്സൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഈ ശീലമല്ല കേട്ടോ. പക്ഷേ ഇനി തുടങ്ങണം. ഡയറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും മെമ്മറീസും ഒക്കെയാണല്ലോ. ഞാൻ എൻ്റെ ഡയറീസൊക്കെ ചിലതെടുത്ത് നോക്കുമ്പോൾ അതിൽ 4ാം ക്ലാസ്സിൽ നിന്ന് എഴുതിയതുണ്ട്, 5ൽ 6ൽ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എഴുതിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിലപ്പോൾ 2 വരിയാണെങ്കിലും ഇപ്പോൾ വായിക്കുമ്പോൾ ചിരിയൊക്കെ വരും. പക്ഷെ എന്നാലും 2 വരിയാണെങ്കിൽ പോലും വായിക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്ന മെമ്മറീസ് എന്ന് പറയുന്നത് 2 വരിയൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സംഭവം നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുവരെ ഡയറി ഒന്നും എഴുതാത്തവരാണെന്നുണ്ടെങ്കിൽ 2025 വരുന്നത് ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് ക്യൂട്ട് ഡയറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുറത്ത് ചോദിക്കുമ്പോഴൊക്കെ നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡയറീസാണ് യൂസ് ചെയ്യാറ്. ഇത് ഈ പെയിൻറ്റിങ്സിൻ്റെ, ഫാനിൻ്റെ അങ്ങനെ ഒരുപാട് കമ്പനീസ് നമുക്ക് തരുന്നതാണ്. എനിക്കല്ല, പക്ഷേ എൻ്റെ അമ്മമാരുടെ അടുത്ത് ഒരിടത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ അടുത്ത് വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനൊരു മേക്ക് ഓവറാണ് ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത്. സോ ബുക്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ക്ലോത്ത്സ് ആണ്. ടൈലർ ആയതുകൊണ്ട് പിന്നെ ക്ലോത്ത്സും തന്നെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തൊക്കെ ടൈലർ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, നല്ല ഭംഗിയുള്ള തന്നെ കിട്ടും. പിന്നെ പരിപാടി സിമ്പിളാണ്. ബുക്സൊക്കെ പൊതിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ 2 സൈഡും ആദ്യം ഒന്ന് ഉള്ളിലോട്ടാക്കിയിട്ട് അവിടെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതേ മറ്റേ അറ്റം നമ്മളിങ്ങനെ കോണാക്കിയിട്ട് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ കട്ട് ചെയ്തിട്ട് ആ 4 സൈഡ്സും ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നല്ലോണം വലിച്ചിട്ട് ഒട്ടിക്കുക. കാരണം ക്ലോത്ത് അല്ലേ, ലൂസായി കിടക്കുമ്പോൾ വലിയൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കുക. സോ നല്ല നീറ്റായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേക്ക് ഓവറിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഇതിൽ ചെയ്ത വർക്കിൻ്റെ വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അതായത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ആ ഡിലീറ്റ് ആക്കിയാൽ ഒരു വീഡിയോ ഇത് ചെയ്യുന്നതായിരുന്നു, ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ സെൻറ്ററിൽ വെച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു. ആ സ്പോഞ്ച് ഒന്ന് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ സെയിം ക്ലോത്തിനെ ഒന്ന് കവർ ചെയ്തിട്ടെടുത്തു. ഈ സ്പോഞ്ചിന് പകരം നിങ്ങൾക്ക് തെർമോക്കോളോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ചുറ്റും ഈ ട്രൗസറിൻ്റെ പാൻറ്റിൻ്റെ എന്തോ വള്ളിയാണെന്ന് തോന്നുന്നു, വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ അതെടുത്ത് ഒട്ടിച്ചതാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചും കൊടുത്തു. അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ആ സെൻറ്ററിൽ ഞാനിപ്പോൾ 3 സ്റ്റിക്കേഴ്സ് വെക്കാൻ നോക്കിയതാണ്. പക്ഷേ എനിക്കൊന്ന് മാച്ച് വന്നാത്തതുകൊണ്ട് ഞാനത് ഒട്ടിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡയറിയാണ്. ഇത് 2024ലേതാണ്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം സൈസ് ഉള്ളതാണ്. ഇത് ഞാനൊരു വിൻറ്റേജ് തീമിലാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാനൊരു ബ്രൗണും ബ്ലാക്കും വരുന്നൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലോത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ബുക്കിൻ്റെ സൈസ് ആഞ്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ബുക്സൊക്കെ പൊതിയുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തു. ഈ ക്ലോത്തൊക്കെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ബ്രൗൺ കളറിൽ വരുന്ന ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കോട്ടൻ്റെ സഞ്ചി ഉണ്ടല്ലോ, അത് സംഭവം കേട്ടോ. അതിൻ്റെ മുകളിലത്തെ ഈ ഒരു പോർഷനാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത്. അത് കട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ കട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ കാണാം ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അതും ജസ്റ്റ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ താഴത്തെ ഭാഗം കട്ടായി പോയതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്തില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് മുകളിലൊരു കുഞ്ഞു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ഭംഗിയും തോന്നുന്നില്ല. അപ്പോൾ ഞാനത് സൈഡിലൂടെ ഇങ്ങനെ വെച്ചപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ, കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടി. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ മുകളിലും താഴെയും ഒരു സ്റ്റിച്ച് വരുന്ന പോർഷൻ ഉണ്ട്. അതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. അതൊന്നും ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വിൻറ്റേജ് തീം വരുന്ന യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതുപോലെ ചെറിഷ് യുവർ മെമ്മറീസ് എന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒട്ടിച്ചപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ടും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തത്. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ പഴയ ഡയറീസ് ആയിരുന്നു. 2025 ഈ ഒരു ഒറ്റ ഡയറി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരു പേജിൽ തന്നെ 2 വരുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഡയറീസ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റിയിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറി ഉണ്ട്. അത് ഞാൻ എഴുതാറുണ്ട്, ജേർണൽസും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചതും മറ്റേതിൻ്റെ അതേപോലെ കുറച്ച് വലിയ സൈസാണ് കേട്ടോ. ഇതിനിതേ ഈ ഒരു ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബുക്കൊക്കെ പൊതിയുന്നത് പോലെ നമ്മളൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പരീക്ഷണമാണ്. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള പൂക്കളാണ്. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് ഒട്ടിക്കാനായിരുന്നു. പക്ഷേ സ്റ്റിക്കേഴ്സ് ആക്കാൻ സെല്ലോ ടാപ്പ് ഇല്ലായിരുന്നു വലിയത്. സെല്ലോ ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്ലവേഴ്സ് ഡ്രൈ ആയി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കിട്ടി. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലോത്തൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതിഞ്ഞിട്ടൊരുള്ളിൽ ചെറിയ കവർ ഉണ്ടാവാറുണ്ടല്ലോ, ആ കവേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ, വൈറ്റ്. ആ വൈറ്റിൽ ഈ പൂക്കൾ വെച്ചിട്ട് ലവ് യുവർ സെൽഫ് എന്ന് സെൻറ്ററിൽ എഴുതി പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് അതൊന്ന് ഗ്ലൂ ഗൺ ചെയ്തിട്ട് എല്ലാം അതൊന്ന് ഒട്ടിച്ച് കൊടുത്തു. ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം വേറെ ആയിരുന്നു, ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്തായാലും ഞാനത് ബുക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. 3 ബുക്സ് ഇവിടെ റെഡിയാണ്. എന്താ പറയുക, ഒരുപാട്
ബുദ്ധിമുട്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. കാരണം ജലദോഷം തുമ്മലൊക്കെ ആയിട്ട് ഒട്ടും സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വീഡിയോസൊക്കെ എന്താ പറയുക എല്ലാതും ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു വീഡിയോ ഇടയിൽ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും എന്താ പറയുക ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. അതുപോലെ ഒരു ഐഡിയ റെഫറൻസോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ അത് ചെയ്തത്. പെട്ടെന്ന് കയ്യിൽ കിട്ടിയ സാധനം വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് എന്താണോ അത് വെച്ചിട്ടാണ് 3 സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയല്ലേ നമ്മൾ തോന്നുള്ളൂ. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാനും റിപ്ലൈ തരാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.